ഹലോ ഗൈസ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മാപ്പ് പറയുകയാണ്. വേറൊന്നുമല്ല, 2 മാസത്തോളം വീഡിയോ ഇടാതെ ബിഗ് ബോസ് സംബന്ധമായ കണ്ടന്റ് ഒന്നും കിട്ടാഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ. എല്ലാവരോടും ക്ഷമിക്കുക. ഈ ആഴ്ചയിൽ ഒരു വീഡിയോയെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാം. ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോയുടെ ചാകരയാണ്. ഇപ്പം നമ്മൾ ബിഗ് ബോസ് സംബന്ധമായ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇനി ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കും. ഇവരൊക്കെ വന്നതിൽ ഒരേ കുടക്കേടിയിൽ ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് വേറെ ലെവലായിരിക്കും. ഒന്നാമത്തത് കൊല്ലം സുധിയുടെ ഭാര്യ രേണുകയാണ്. രേണുക ഇപ്പോൾ ചെറിയ സീരിയസിലും കുറച്ച് മോഡലിനായിട്ടും കുറച്ച് സിനിമയിലും കുറച്ച് ചെറിയ വേഷങ്ങളും ഫിലിമിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കല്യാണം പോലെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ ബിഗ് ബോസിലേക്ക് വന്നാൽ കുറച്ച് പൊളിക്കും, അതിലൊരു മാറ്റമില്ല. പിന്നെ രണ്ടാമത്തേത് ഇവിടെ ആറാട്ടൻ തന്നെയാണ്. ആറാട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ, ലാലേട്ടൻ്റെ സിനിമയായ ആറാട്ട് എന്ന മൂവിയിലൂടെ തിയേറ്ററിൽ വെച്ചൊരു ഇതിട്ട് ആറാടുകയാണ്. ആ വാക്കോടുകൂടി ആറാട്ടെണ്ണം ഫേമസ് ആണ്, ആറാടുകയാണ്. പിന്നെ ആറാട്ടനെ എപ്പോഴും നമ്മുടെ യൂട്യൂബ് നോക്കിയാൽ ആറാട്ടൻ്റെ ഓരോരോ ഷോകളാണ്. അപ്പം ഇന്ന് ആറാട്ടം പറയുന്നതല്ല, നാളെ പറയുന്നത്, അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആറാട്ടം വരാൻ സാധ്യതയുണ്ട്, വന്നാൽ പൊളിക്കും. ഇവരെല്ലാം ഈ പറയുന്ന ആളുകളൊക്കെ ഒരേ കുടക്കഴി നിർത്തേണ്ട ആൾക്കാർ. അവർ വന്നാൽ ബിഗ് ബോസിൽ വേറെ ലെവലായിരിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ബാലയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സിനിമ നടൻ ബാല. അദ്ദേഹം ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അദ്ദേഹം അടിപൊളിയാണ്. നിങ്ങൾക്കറിയാലോ, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പുള്ളിയും ബിഗ് ബോസിൽ വന്നാൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. പിന്നെ ഉള്ളത് നമ്മുടെ അലിൻ ജോസ് പെരേരയാണ്. ആറാട്ടണ്ണൻ്റെ ആറാടുകയൊക്കെ ശേഷം പുതിയൊരു അവതാരം അവതരിച്ചാണ് അലിൻ ജോസ് പെരേര. അതും നമ്മുടെ ബിഗ് ബോസിൽ വരാനുള്ള സാധ്യതയുണ്ട്. ബിഗ് ബോസിൽ വരാൻ വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ആളുണ്ട്, പൈനാപ്പിൾ അണ്ണൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹവും ബിഗ് ബോസിൽ വരാൻ സാധ്യതയില്ല. ഇവരൊക്കെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചിയാണ്. പിന്നെ വേറൊരു ആളുണ്ട്, അദ്ദേഹം വരുവാന്ന് എനിക്കറിയത്തില്ല. ലാലേട്ടനെ കണ്ടുകൂടാ. ലാലേട്ടൻ കാണുന്നത് ചെകുത്താൻ പോലെ. ചെകുത്താൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചെകുത്താൻ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹത്ത് ലാലേട്ടനെ പിന്നെ എന്തൊക്കെ പുള്ളി ലാലേട്ടൻ എന്ന് കേട്ടാൽ മതി. പിന്നെ പുള്ളിക്ക് എന്താണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ജന്മത്തിൽ ലാലേട്ടൻ വല്ലതും ഇവനെ ചെയ്തോ എന്നൊരു ഡൗട്ടുണ്ട്. അതായിരിക്കും ലാലേട്ടനോട് ഇത്ര വൈകായി. ചെകുത്താൻ, അവൻ്റെ പേരെനിക്ക് സത്യമായിട്ടും ശരിക്കും അറിയില്ല. അതുകൊണ്ടാണ് അവൻ്റെ പേര് ഞാൻ പറയാതെ. ഈ ഇവരെല്ലാം ഒരേ കുടക്കഴി ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അതൊരു സംഭവമായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഇവരൊക്കെ എല്ലാം ഒരേ കുടക്കഴി, അല്ല ഇവരെ ഒരേ ടൈമിൽ വന്നാൽ ഈ ഒരു ബിഗ് ബോസ് അത് കഴിഞ്ഞ വർഷത്തേക്ക് അതിന് മുന്നത്തെ വർഷത്തേക്ക് എല്ലാം നല്ല കിടക്കാച്ചി ബിഗ് ബോസ് ലെവലായിരിക്കും. അതൊന്ന് വേറെ ലെവലാണ് മക്കളെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ലെവലാണ്. ഇവരെല്ലാം വന്നാൽ പിന്നെ വേറൊരാളെ കൂടെ നമുക്കതിലിടാം. നമ്മുടെ ബാലയുടെ നേരത്തെ വൈഫ് ഉണ്ടായിരുന്ന നമ്മുടെ എലിസബത്തും ഉണ്ടായ ഇവരെല്ലാം ഒരേ കുടക്കേഴി വരേണ്ടവരാണ്. ഇവരൊക്കെ വന്നാൽ ബിഗ് ബോസ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഒക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇടാം. ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് ഇടാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ സംബന്ധമായ വീഡിയോസ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇടാതിരുന്നത്. വേറെ ഒന്നും അല്ല, ഞാൻ ചാനലൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളെ വിട്ട് ഞാൻ ഇവിടെ പോകത്തില്ല. സത്യസന്ധമായ വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ ഉള്ളത്. വെറുതെ എന്തിനാ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇത് ചെയ്യുന്ന ഇടണ്ടല്ലോ. നമ്മളൊരു വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സത്യസന്ധമായ വീഡിയോ മാസം നമ്മുടെ ചാനലിലൂടെ ഇടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.